നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ, സന്തോഷമായിട്ടിരിക്കുന്നോ, എന്താണ് അവസ്ഥകൾ? എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് വളരെ സങ്കടത്തിലാണ്, സന്തോഷമില്ലാത്ത അവസ്ഥയിലാണ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. അവർ കടബാധ്യതയിൽ നിൽക്കുകയാണ്. അവർക്ക് മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്നറിയില്ല. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ മരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊക്കെ ഒന്ന് റിപ്ലൈ തരണം എന്ന് തോന്നി. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമുക്ക് തന്ന ജീവിതം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഈ ജീവിതം എന്ത് സുന്ദരമാണെന്നറിയോ. നമ്മളത് കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, സത്യമാണ്. നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കടബാധ്യതകളുണ്ട്. കൂടുതൽ പേരും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേട്ടോ പറയുന്നത്. സാമ്പത്തിക തകർച്ചയുണ്ടായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും അതിനൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി നിൽക്കുന്ന ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ബുദ്ധിമുട്ടാണ്, കടവാണ് എന്ന് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ അത് ധരിപ്പിക്കാതെ ആ ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വേണം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ചിന്തിക്കാൻ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന, ഉപബോധ മനസ്സിന് കൊടുക്കുന്ന ചിന്തയും, നിങ്ങൾ എന്താണ് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത്? ഇങ്ങനെ കടങ്ങളാണ്, എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റുകയില്ല, ഇതിൽ നിന്ന് മറികടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇങ്ങനെ നിങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആവുകയും നിങ്ങൾ കൂടുതൽ തകരുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മനഃശക്തി ഉപയോഗിച്ച് വേണം നമുക്ക് ഈ എന്തൊരു പ്രശ്നത്തെയും മറികടക്കാനായിട്ട്. നമ്മുടെ മനസ്സിനൊരു പ്രശ്നമുണ്ട്, നമ്മുടെ മനസ്സിന് ശരിക്കും ബുദ്ധിയില്ല, നമ്മുടെ തലച്ചോറിന് മാത്രമേ ബുദ്ധിയുള്ളൂ. നമ്മൾ എന്ത് ചിന്തിക്കുമോ അത് നമ്മളുടെ മനസ്സ് പൂർണ്ണമായിട്ടും വിശ്വസിക്കും. നമ്മൾ എന്ത് പൊട്ടത്തരം ചിന്തിച്ചാലും അത് മനസ്സ് പൂർണ്ണമായിട്ടും വിശ്വസിക്കും, മനസ്സ് പൂർണ്ണമായിട്ടും കേൾക്കും. നമ്മളുടെ മാനസിക ശക്തി, അതിനാണ് പറയുന്നത്, മാനസിക ശക്തി കൊണ്ട് മാത്രമേ പല കാര്യങ്ങളെയും നമുക്ക് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം കടബാധ്യത കയറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. അല്ലാതെ എനിക്ക് കടവാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ആ കടത്തെ മറികടക്കാൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കുക, എനിക്ക് ഇതിൽ നിന്നും പുറത്ത് കടക്കണം, എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എനിക്ക് പുറത്ത് കടന്നേ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറുന്നതായിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷനെ പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ പൂർണ്ണമായിട്ട് നല്ല വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കടബാധ്യതകൾ എനിക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ മനസ്സിനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുമ്പോൾ, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് പുതിയൊരു ജന്മം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം, നല്ലൊരു ജീവിതം എനിക്ക് നേടാനായിട്ട് സാധിക്കും, എനിക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം എനിക്ക് നേടാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം നമുക്ക് ഈ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കില്ലേ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ഇനി തുടർന്ന് പഠിക്കുക, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അങ്ങനെ നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ ആ ഒരു +2 കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇനി നിങ്ങളുടെ അടുത്ത പ്ലാനിങ്, നിങ്ങളുടെ എന്താണ്, നിങ്ങൾ എഞ്ചിനീയർ ആണോ പഠിക്കുന്നത്, നിങ്ങൾ ഡോക്ടർ ആകുവാണോ, അല്ലെങ്കിൽ നിങ്ങൾ CA കോഴ്സ് എടുക്കുന്നോ, അങ്ങനെ നിങ്ങളുടെ എന്താ പറയുക അംബീഷൻ എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, എന്ത് ജോലി നേടാനാണ് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും അല്ലേ. പല ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മളുടെ ആഗ്രഹം എന്താണോ, നമുക്ക് ഈ ഒരു കടബാധ്യതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കടമൊന്നുമില്ലാത്ത സ്വസ്ഥമായ സമാധാനമായ ജീവിതം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടവാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇതിൽ നിന്നും നിങ്ങൾക്ക് മറികടക്കാൻ എന്ത് സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഈ യൂണിവേഴ്സ് തരാൻ തുടങ്ങും. ഇതൊരു രഹസ്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ആയിട്ട് യൂണിവേഴ്സ് ഓരോരോ കാര്യങ്ങൾ, നിങ്ങളിങ്ങനെ പുറത്തേക്ക് കടക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്ന്, അതോ മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും അതായത് യൂണിവേഴ്സ് തരികയില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഓപ്ഷൻസ് വരണമെങ്കിൽ, നിങ്ങൾക്ക് മുമ്പോട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ, ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സ് പല ഓപ്ഷൻസ്, നിങ്ങൾക്ക് 100 കണക്കിന് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ്
നിങ്ങളുടെ തലച്ചോറ് കാണിച്ചു തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അറിയാം, ഒരു ചെറിയ കുട്ടിയെ നമ്മൾ സ്റ്റേജിലേക്ക് കടത്തിവിടുന്നു, അല്ലെങ്കിൽ വലിയൊരാളെ നമ്മൾ സ്റ്റേജിലേക്ക് കടത്തിവിടുമ്പോൾ അവിടെ എത്ര പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിലും അയാൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും, സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെ പേര് പോലും ഈ മൈക്കിൽ കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ധൈര്യത്തോടെ എനിക്ക് പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് പലരെയും നമ്മൾ കണ്ടിട്ടില്ലേ, പെട്ടെന്നൊരു മൈക്ക് കൈമാറുമ്പോൾ അവർ ധൈര്യത്തോടെ സംസാരിക്കുന്നത്, എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റും. അതേസമയം ഭയങ്കര പ്രിപ്പറേഷനായിട്ട് പോയിട്ടും നമുക്ക് മനസ്സിനുകൊണ്ട് നമുക്ക് എന്താ പറയുക, ധൈര്യമില്ല എങ്കിൽ പകച്ചു നിൽക്കുന്നവരുടെ മുമ്പിൽ യാതൊരു ഓപ്ഷൻസും തുറക്കുകയില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്ന പലരുടെയും അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവരിപ്പോൾ ഒരു പകച്ചു നിൽക്കുകയാണ്, ഒരു പേടിച്ച് ഭയപ്പെട്ട് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഭയന്ന് ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും മരിക്കണം, എനിക്കിനി ഒരു ജീവിതം മുമ്പോട്ടില്ല എന്ന ചിന്ത വരികയും അതിനവർക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മരണമല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ വരുന്നില്ല. അതിനങ്ങനെ ഈ മരണം എന്ന് ആ ഒരു ഓപ്ഷൻ മാത്രം ഇവരെ ചിന്തിക്കാൻ കാരണമെന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ധൈര്യമില്ലായ്മയാണ് കേട്ടോ. മനസ്സിന് ധൈര്യം കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് ഈ ഒരു പ്രതിസന്ധി കടന്നേ പറ്റുള്ളൂ. നമ്മൾ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. കാരണം അവർ മൊത്തത്തിൽ തകർന്നു പോയി എന്നാണ് അവർ വിചാരിച്ചത്. അവരുടെ മുമ്പോട്ടൊരു ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നാളത്തേനൊരു പ്രതീക്ഷയില്ല, അവരെന്തൊക്കെയോ ഭയപ്പെട്ട് നിപ്പ വന്ന് മരിക്കുവോ അല്ലെങ്കിൽ കൊറോണ വന്ന് മരിക്കുവോ എന്നൊക്കെയുള്ള ഒരു ഭയം കാരണം സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് പേര് എനിക്കറിയാം കേട്ടോ. ആ ഒരു വാർത്താ ന്യൂസുകളൊക്കെ ആ സമയത്ത് കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടായത് ഈ കൊറോണ കാലഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ നിപ്പ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക ശക്തി, ഒരു ഉപബോധ മനസ്സിലെ ശക്തിയില്ലായ്മയാണ് അവരെ ഈ മരണത്തിലേക്കൊക്കെ നയിച്ചത്. പല ആത്മഹത്യകളുടെയും കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പം ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളൊക്കെ ആത്മഹത്യ എന്ന ചിന്ത വിട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക. മനസ്സിന് ധൈര്യം കൊടുക്കുക. ഞാൻ തകരില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ്, ഞാൻ ഈ ഒരു സാഹചര്യത്തെയും ഞാൻ മറികടക്കും എന്ന് വിശ്വസിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ, സമയം, നല്ല നല്ല ആളുകൾ, അതിനുള്ള വഴികൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ആയിട്ട് തുറന്നു തരും. നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആ വഴിയെ നിങ്ങളുടെ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ തകരുകയാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കരുത്. നിങ്ങളെ കൊണ്ടെല്ലാം സാധിക്കും എന്ന് വിശ്വസിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കമൻസുകൾ വരുന്നതുകൊണ്ട് ഈ ഒരു കാര്യം പറയാതിരിക്കാൻ തീരെ വയ്യ. കാരണം ഒരുപാട് മെസ്സേജസ് ഞാൻ മരിക്കട്ടെ, എനിക്ക് മരണമല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. ദയവ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാതെ ആ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് സാധിക്കുക എന്ന് ചിന്തിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ഈ പ്രപഞ്ച ശക്തി എന്നെ കൈവിടില്ല, എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. നല്ല പവർഫുള്ളായിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. കരഞ്ഞു തൂങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് മാത്രമേ, ഈ പ്രതിസന്ധികൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. നല്ല ധൈര്യമായിട്ട്, നല്ല ഹാപ്പി ആയിട്ട് എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മുടെ വിഷ്വലൈസേഷനെ പറ്റിയാണ് പറയുന്നത്. വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരാഗ്രഹത്തെയും നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ ഈസി ആയിട്ട്, എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഏതൊരാഗ്രഹവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.